ഇവിടെ പൈസ അതിന് എത്ര രൂപയായി? ഇതിന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കൊറേ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, നിക്കും വേണം അങ്ങനത്തെ ഒരെണ്ണം. ഐഫോണ് ആദ്യം പണിക്ക് വെച്ചിട്ട് സോഫ്റ്റെങ്കിലും വാങ്ങിച്ചാ. അന്തരം എനിക്ക് അങ്ങനെ ഒരു വർത്താനം. ഞാൻ ഷാനിന്റെ കടയിൽ പണിയിട്ട് പോയോട്ടെ. എനിക്കല്ല പണി, ചെന്നോക്കെ കിട്ടും. അവിടെ പൊട്ടാ ഇക്ക് സുഖമായാലും സുഖമായില്ലെങ്കിലും എനിക്കെന്താ അന്റെ അരികത്തെ ഞത്താൾക്കൊന്നോട് പണിയിട്ടില്ല കട കാണാൻ അങ്ങനെ എല്ലാ സാഹചര്യം കൂടുതൽ പണി വരും. വേറെ കടയിൽ പോയി നോക്കടാ, ഇത് ഇതിന്റെ പുതിയ കട അതിന്റെ മോന്റെ ഇപ്പോഴത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ. ഓടാ പണിക്കല്ല എവിടെ പണി നീ എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇവരൊക്കെ ഇങ്ങനെ പറയണേ. നമ്മളെ മുനീറുണ്ടല്ലോ, അവിടെ ഒരു പണി ഇട്ട് വെച്ചത് അല്ലെ പത്രപ്പണി ആയാലും വേണ്ടിയല്ലോ, ഫോൺ കിട്ടാൻ പോലെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ. പിന്നെ ഇതൊക്കെ കൂടെ ഒരു പണി ഇട്ടു. എനിക്ക് പോണേക്കാകുമ്പോ ശരിയാക്കി തരാം, ഇങ്ങോട്ട് കേറിയിരിക്ക്. ഭാഗ്യ രക്ഷപ്പെട്ടു. അവിടെ ഇരിക്കേ. ഭോഗിലകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് പരിഹാരമില്ല. എന്റെ ജോലിന്റെ കാര്യം എനിക്ക് ഏത് ഭാഗത്തേക്കാ വണ്ടി? അല്ല കാക്ക, ഞാൻ ഡെലിവറി പോയല്ല, പത്രം കൊണ്ടുവയ്ക്കണ പണിയാ ഞാൻ ചോദിച്ചു. പണിക്ക് ചേരിക്കോ, നാളെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓരോ ദിവസം 10 രൂപ. താങ്ക് യു കാക്ക. ടാങ്ക് ഒക്കെ ഒന്നും വേണ്ട, അത് എനിക്ക് കിട്ടുന്ന പൈസ. ടാങ്ക് ഇതൊക്കെ വേണ്ട. ഇംഗ്ലീഷ് അറിയില്ലേ? എന്നാ ഞാൻ പോയി. അസ്സലാമു അലൈക്കും. എത്ര പേര്? 10 രൂപ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിച്ച് മാൻ ഒരു കടയിൽ റിച്ച് മൂന്നിറാക്കി അബുവാക്കിയും സ്ഥിരം അവിടെ ഉണ്ടാവില്ല. സുബാനുള്ളത് ഏതാ സ്റ്റൈല്? എടാ ഒന്ന് മെസ്സിന്റെ കളിണ്ടാ, നമ്മൾ ജയിച്ചേക്കാരം. അതെങ്ങനെ നമ്മൾ ജയിച്ചാ അങ്ങനെ കപ്പ് എടുക്കുക? എന്ത് പൊട്ടക്കാരാണ് അബൂക്കറേജ് പറയണേ, പിന്നെ ജയിച്ചാൽ കപ്പ് എടുക്കാതിരിക്കോ? ഇത്രയും വലിയ സൈക്കിളൊന്നും വാങ്ങിയിട്ട് എങ്ങനെ നോക്കാനാ? ഒരു വർഷം കഴിഞ്ഞു. എന്തായാലും മുനീർക്കാനൊക്കെ ഒന്ന് പൈസ വാങ്ങാം. അസ്സലാമലൈക്കും. മുനീർക്ക, ഒരു കൊല്ലം കഴിഞ്ഞു, നമ്മളെ പൈസ എത്ര? 100 രൂപ എനിക്ക് തരാളെ, തന്നെ തരാളോ? 100 രൂപ? ഞാൻ ഒരു കൊല്ലം പണിയെടുത്തുക്കണേ, ആ പൈസ മുഴുവൻ തന്നോളി. അതൊക്കെ
മെല്ലെ മെല്ലെ തന്നാ പോരെ നിശാനെ. അതൊന്നും പറ്റൂല. എന്റെ പൈസ നിങ്ങൾ തരില്ല. ആദ്യം തന്നോളി തന്തയോ മുയറേ. തരാം ഗൂഗിൾ പേ തരാം. എന്റെ അമ്മാന്റെ ഫോണിക്ക് ഗൂഗിൾ പേ തരും. എന്നാ ഞാൻ പോയി. താങ്ക് യു. കിട്ടി പൈസ. കണക്ക് കൂട്ടി നോക്കുമ്പോ ഒരു വർഷം 36,000 റുപ്യ. ഞങ്ങളെ ഫോൺ കാട്ടി 36,000 ചെയ്തിട്ട്. എന്തായാലും ഫോൺ കളി പോയി കണ്ടിട്ട് ഫോൺ എടുക്കാം. ഗൂഗിൾ പേ ചെയ്യാലോ. അല്ലേ ഒരു സാംസങ് S20+ ആണ്. ഐഫോൺ അത്ര തോന്നിയല്ലോ. നെറ്റ് ഉണ്ടല്ലോ അല്ലേ? ഓക്കാ സാംസങ് S20+ ഉണ്ടോ? ഉണ്ടല്ലോ. അതിനെത്ര ആവും? അതിന് ഒറിജിനൽ 56,000. ഞങ്ങൾ ഇവിടെ കൊടുക്കണ്ടേ 76,000-നാണ്. എന്നാ അതൊന്നും കാണിച്ചു തരോ? അങ്ങോട്ട് കേറി കാണിച്ചു തരാം. ഓക്കെ. ഇതല്ലേ ഫോണായിട്ട്? ക്യാമറ ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കാക്കതിന്റെ മുകളിൽ നിന്ന് എയർപോർട്ട് വെച്ചേ ചാർജ് ചെയ്യാണ്. അങ്ങനൊക്കെ ഉണ്ടല്ലേ? എന്നാ ഈ ഫോണും ഈ ഒരു കേസും കൂടി വേണം ഇതിന്. ഓക്കെ. ഫോണും കേസും കവറിലിട്ട്. പൈസ ഞാൻ ഗൂഗിൾ പേ തരട്ടാ. പൈസ അയച്ചല്ലോ. ആരയച്ച്? അതല്ലേ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്തേക്കണെന്ന്. എന്നായിക്കോട്ടെ. Where we ran through fireflies, city lights in our eyes. We were feeling so alive. Under stars tonight, dreams were taking flight. Holding hands so tight, flying kites with hearts so light. Oh, the lights in our eyes, like diamonds. എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. നിഷാൻ വ്ലോഗ് എന്നാണ് പേര്. ഇതിന് ഫോണുകളെ പറ്റിയൊക്കെ പറയണത് ആണ് എൻ്റെ ഉദ്ദേശം. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു വെറും ഇൻട്രോ വീഡിയോ മാത്രമാണ്. അപ്പോൾ ബൈ ഗൈസ്. ഇതെന്തായാലും യൂട്യൂബിലിടാം. വൈറലായാൽ മതിയെന്ന്. ബിസ്മില്ലാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാൻ വ്ലോഗ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഫ്യൂച്ചേഴ്സാണ്. പുതിയ പുതിയ ഫ്യൂച്ചേഴ്സുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു 1000 നന്ദി. നമ്മൾക്ക് 1,00,000 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. സാംസങ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഫോണാണ്. നല്ല അടിപൊളി AI ഒക്കെ ഉണ്ട്. പുതിയ ആയിക്കാണ്ട് കുറച്ച് ഫ്യൂച്ചേഴ്സ് നിങ്ങൾ അത് ഞാൻ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. രജീഫ്ക്ക, ഈ കടകൾ വിൽക്കണ്ടോ? ഞങ്ങൾ കാട്ടി. എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് പൈസ ഉണ്ട്. അതൊന്നും പറ്റൂല. ഞാൻ അത് വിൽക്കണില്ല. ഞങ്ങൾക്ക് 11 ലക്ഷം റുപ്യ തരാം. ഈ കടകൾ വരുമോ? 11 ലക്ഷം ഈ കടപ്പത്തന്നെ തരാം. പൈസക്കൊരു നാളെ മുതലേ ഈ കാലിന്റെ ഓർഡർ ഇതാണ്. ഇപ്പൊ പൈസ ഉണ്ടേ? അത് ഗൂഗിൾ പേ നാളെ. 11 ലക്ഷം 9 ലക്ഷം ഗൂഗിൾ പേയിൽ അയച്ചിട്ടാ. മെസ്സേജ് ഒന്നുമില്ലേ? എന്താ ഞാനവിടെ തൊള്ളയും പിടിച്ച് നോക്കിയിരിക്കണേ? പോയി പണി വാ. അല്ലേ വേണ്ട, ഇജ്ജ് ഇവിടുന്ന് ഇറങ്ങിക്കോ. എൻ്റെ അടുക്കത്ത നത്താൾക്കൊന്നും ഇവിടെ പണിയില്ല. എന്തായാലും ഞാനവിടുത്തെ ഓണർ. നിഷാൻ ഓണറാ. പണി പോയി. ഇങ്ങനെ പറയണ്ടേ സാധനം. ഞാൻ മൂഞ്ചി. എന്തൊരു വാർത്ത. നിഷാന്റെ കടന്റെ പേരുണ്ട്. ഏറ്റവും
വിറ്റുപോയ കടക്കുള്ള അവാർഡ്. എന്റെ മോനെ ചീനല്ല, എന്നോട് മാപ്പ് വെച്ചുകൊണ്ട് ആ കടയിൽ തന്നെ പോയി ജോലി ചെയ്തത്. ലാസ്റ്റ് ഇക്കനെ കാലം കുടിച്ചത് ആകെ മൂഞ്ചി. ഇഷാനൊക്കെ പണി തരും. എന്നോട് ഞാൻ എന്താ പറഞ്ഞേ, അന്റെ അരിക്കത്തെ നട്ടാക്കുന്ന ഇവിടെ പണിയാണല്ലേ, പിന്നെ തിരിച്ചു കൊണ്ട് വന്നേ പണിയായിരുന്നു. കേൾക്കോ ആരായാലും ഇത്ര അഹങ്കാരം ഒന്നും പാടിയട്ടാ, ലാസ്റ്റ് ഓല തന്നെ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനത്തെ അഹങ്കാരം ഒന്നും കാണിക്കരുത് ഇവിടേക്ക് വരുന്ന കസ്റ്റമറോട്. ഞാൻ ആരോടും ഇങ്ങനെ കാട്ടില്ല, സോറി.